ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ കേരള പ്രദേശത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിലേ നമ്മുടെ ഷെമീറുമായിട്ട് മാമ്പഴത്തറ വരെ ഒന്ന് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അടിപൊളി ഒരു സ്ഥലം കണ്ട ഒരു പൈനാപ്പിൾ തോട്ടം. ബാക്കിലൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് പുകയൊക്കെ വരുന്നത് പുകയല്ല കേട്ടോ, സത്യത്തിൽ അത് കാർമേഘമാണ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. മഴയും കൂടി പെയ്തതുകൊണ്ട് സെറ്റ് സ്ഥലം. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പഴയ പാലത്തിന് മുകളിലാണ് കേട്ടോ. സിംഗിൾ പാലമാണ്, അതുകൊണ്ടില്ലേ ചെറിയ പാലം. ഒരു ബൈക്ക് വേണമെങ്കിൽ അപ്പുറത്തോട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തൊരു കനാലുണ്ട്, വെള്ളമുണ്ട് കേട്ടോ. അതുപോലെ നല്ല പച്ചപ്പടേ, അടിപൊളി പച്ചപ്പ്. കണ്ട നല്ല പച്ചപ്പുള്ള സ്ഥലം. അങ്ങോട്ടൊക്കെ കാണിച്ചു തരാം. കണ്ട നല്ല പച്ചപ്പുള്ള സ്ഥലം. ഞങ്ങൾ വന്ന ഞങ്ങളുടെ ബെൻസ് ഇതെൻ്റെ ഇരിക്കും ഞങ്ങളുടെ ബെൻസ്. കണ്ടോ, ബെൻസ് എന്ന് പറയുമ്പോൾ ഷെമീർ ഒരു ചിരി. നിന്നെ കാണിക്കണ്ടേ? മുഖം തിരിച്ചിരിക്കുക, കാണിക്കണ്ടെന്ന് പറഞ്ഞ്. പൈനാപ്പിൾ തോട്ടോട്ടോ. കമ്പിയിൽ ഷോക്കുണ്ട്, കറണ്ട് കൊടുത്തിട്ടുണ്ട് അവർ, അതുകൊണ്ട് നമുക്കൊന്നും തൊടാൻ പറ്റത്തില്ല. അത് ഇപ്പോൾ അവിടെ ഇടങ്ങാണ്ടൊക്കെ എന്തോ അടിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. മാമ്പഴത്തറ പോകുമ്പോൾ ഇങ്ങനത്തെ ഉള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അവിടെ ജോലിക്കാരുണ്ട് കേട്ടോ, മാമ്പഴത്തറ കാണുന്നുണ്ടോ? അവിടെ ജോലിക്കാരുണ്ട്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അവിടെ എന്തിനാ അടിക്കുന്നതെന്ന് അറിയത്തില്ല, എന്തോ ഉണ്ട്, എന്തിനാ അടിക്കുന്നുണ്ട് എന്തായാലും. നമ്മൾ മാമ്പഴത്തറ പോകുമ്പോൾ അതിന് മുമ്പായിട്ടുള്ള കുറച്ച് കാഴ്ചകളാട്ടോ ഇത്. നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലം. വീടുകളൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ എങ്കിലും നോക്കിയേ നല്ല പച്ചപ്പ് തിങ്ങി നിൽക്കുന്ന സ്ഥലം. കണ്ട നല്ല വ്യൂ പോയിൻ്റ് കേട്ടോ, നല്ല രസമുണ്ട്. റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഞങ്ങളിപ്പോഴാണെങ്കിൽ മാമ്പഴത്തറ കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ സമയത്തുള്ള കാഴ്ചകളാണ്. അവിടുത്തെ മലനിരകളിൽ ഇങ്ങനെയാണെങ്കിൽ കോട കയറി നിറഞ്ഞു നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ മാമ്പഴത്തറയിൽ എന്താ ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഈ കാട്ടിലൂടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. കാരണം താഴെയാണെങ്കിൽ വലിയൊരു ഗർത്തമാണ്, അത് എത്രത്തോളം ആഴമുണ്ടെന്ന് അറിയത്തില്ല. കാട് പിടിച്ചടക്കാണ്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ കാടാണ്, മുഴുവൻ കാട്. അതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ചെക്ക് പോസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, വന്യജീവികളുണ്ട്, സൂക്ഷിക്കുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത് എന്നൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പലരും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയെന്ന് ഫോട്ടോസ് എടുക്കരുത്, നേരെ നിങ്ങൾ മാമ്പഴത്തറയിലേക്ക് അങ്ങ് വിട്ടേക്കണം, ഇവിടെ വഴിയിലൊന്നും നിൽക്കരുത്, കാടാണ്, വന്യജീവികളുണ്ടെന്ന്. അപ്പോൾ ഈ വന്യജീവികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പുലി, കടുവ ഇതിനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ പോകുന്നത്. അത് കാരണം സമാധാനത്തോടെ ഈ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചൊന്നും പോകാൻ പറ്റില്ല. അത്രയ്ക്കും പേടിയായിരുന്നു. കാരണം എന്താണ് എപ്പോഴാണ് ഇതിലേക്കൂടെയാണ് വന്ന് ആക്രമിക്കുന്നതെന്ന് അറിയത്തില്ല. ഇതാണെങ്കിൽ ഒരു തേക്കും കാടാട്ടോ, തേക്കാണ് ഇവിടെ കൂടുതലായിട്ടും ഈ ഭാഗത്തുള്ളത്. മുഴുവൻ കാട്ടിലും തേക്കല്ല കേട്ടോ, കാട്ടിൽ വേറെ വേറെ പല മരങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിലെല്ലാം കൂടുതലും ഞാൻ കണ്ടത് ഈ തേക്കായിരുന്നു. അതുപോലെ തന്നെ മരങ്ങൾ പിഴുത് വീണ് കിടക്കുന്നു, മഴയത്തൊക്കെ അങ്ങനെ വീണേക്കുന്നതായിരിക്കും. ജനവാസമുള്ള മേഖലയാണെന്ന് മനസ്സിലായി. അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കാണുന്നത് റബ്ബറും തോട്ടവും അതുപോലെ തന്നെ പൈനാപ്പിൾ തോട്ടം കേട്ടോ. അതിൻ്റെ ചുറ്റുമാണ് മലകൾ. ഈ മലകൾക്ക് നടുവിലായിട്ടാണ് ഈ ഒരു ഗ്രാമം, അതായത് മാമ്പഴത്തറ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമമുള്ളത് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു ഗ്രാമം. ഏതാണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ റോഡിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പശുക്കളെ ഇങ്ങനെ അഴിച്ചിട്ടേക്കുന്ന കാണാം കേട്ടോ. നമ്മളെ ഉപദ്രവിക്കുന്നത് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് കയറി നിൽക്കും, നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരാളെ ഉപദ്രവിക്കത്തില്ല. നമുക്ക് സൈഡിലൂടെ എടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അവരെ കയറി ഒന്നും ഉപദ്രവിക്കാതിരുന്നത് നമുക്ക് സൈഡിലൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റും, ഒരു പ്രശ്നമില്ല. ഞാനും സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ പേടിച്ച് ഈ പശുക്കൾ ഇത്രയും കൂടിയൊക്കെ വന്നപ്പോഴേ, ഇതൊന്നുമല്ല, ഇതിലും കൂടുതൽ പശുക്കളുണ്ട്. നമ്മളിപ്പോൾ ഇതിച്ചിരിയെ കണ്ടോളൂ. ഞങ്ങൾ വീഡിയോ എടുക്കാതിരുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴത്തെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യം. നമുക്ക് ഈ എന്താ പറയുക, ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കേട്ടോ ഈ മാമ്പഴത്തറ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ നമ്മൾ വരരുത്, അല്ലാതെ ഒരു നോർമലായിട്ട് ഉള്ള രീതിയിൽ നമ്മൾ വന്നാൽ മതി. ഇല്ലേ, ഈ കാടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്നപ്പോൾ, കാട് സത്യത്തിൽ നല്ല പേടിയായിരുന്നു കേട്ടോ. കാടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു ചെറിയ അരുവിയുണ്ട്, ഒരു കുഞ്ഞരുവി. സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി ഇന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ വന്നപ്പോൾ ജസ്റ്റ് ഇത് മാത്രം കണ്ടിട്ട് പോയാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. ഞാൻ കാണിച്ചു തരാമേ നിങ്ങൾക്ക്. അല്ല, അടിപൊളി വെള്ളം ഒഴുകുന്ന അരുവി, നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. കാണിച്ചു തരാം. മൊത്തം കാടാണ് കേട്ടോ, ഫുള്ള് കാടാണ്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ ഇതേ ഒരു സംഗതി,
ഇവിടെ ആൾക്കാർ പാചകം ചെയ്തേക്കുന്നത് എനിക്കൊന്ന് മഴ പെയ്യുമ്പോഴേ കണ്ട മഴ പെയ്യുമ്പം കയറിയിരുന്ന് പാചകം ചെയ്തതാന്ന് തോന്നുന്നു മഴയത്ത്. അതുകൊണ്ട് ഇവിടെ ഉണ്ട് അതങ്ങ്. ഇനി നമുക്ക് കാണാനുള്ള കാഴ്ചയാണ്. കണ്ട കണ്ട സെറ്റല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല വെള്ളപ്പാറക്കല്ലുകൾ. ഓക്കെ, ഫുള്ള് കാടാ കേട്ടോ. ഇവിടെ ഒന്നും സിഗ്നലൊന്നും ഇല്ല കേട്ടോ. ഷമീർ വേണം ഇവിടെ നിൽപ്പുണ്ട്. ഷമീറേ, ഫുള്ള് കാടാണ്. വന്യജീവികൾ ഇറങ്ങുമെന്നാണ് ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹെൽപ്പ് ലൈനിൽ വിളിക്കാനുള്ള നമ്പരൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സിഗ്നൽ ഇടത്തില്ല കേട്ടോ, മൊബൈലിന് സിഗ്നൽ ഇടത്തില്ല. പക്ഷെ നല്ല വെള്ളം. മഴ ഇപ്പോൾ പെയ്തുകൊണ്ടാണ് ഈ കലങ്ങി വരുന്നത്. മഴ പെയ്ത് കിടക്കുന്നുണ്ട് ഈ കലങ്ങി വരുന്നത്. പക്ഷെ രസമുണ്ട്. നമ്മൾ മാമ്പഴത്തറയിൽ പോകുമ്പോൾ അങ്ങനെ മാമ്പഴത്തറ മാത്രം കണ്ടിട്ട് വരരുത്. പറ്റുവാണെങ്കിൽ അവിടുത്തെ ആ സ്ഥലങ്ങളെല്ലാം കൂടെ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞങ്ങളിപ്പോൾ എല്ലാം കവർ ചെയ്താണ് വരുന്നത് കേട്ടോ. കാടാണെങ്കിലും ഇങ്ങനത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും എല്ലാം കവർ ചെയ്ത് വരിക. എങ്കിലേ നമുക്ക് ആ ഒരു രസം കിട്ടത്തുള്ളൂ. നമ്മൾ പോകുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവത്തുള്ളൂ. എന്നാൽ ഇപ്പം മഴ കുറഞ്ഞതായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും വെള്ളം. മഴ കൂടുതലാണെങ്കിൽ ഇതിലും വെള്ളം കാണുന്നത്. അവിടെ നിന്നൊക്കെ നദി ഒഴുകി വരുന്നത് കേട്ടോ. ഉണ്ട്, അവിടെ നിന്നൊക്കെ ഒഴുകി വരാനുള്ളത്. പക്ഷേ വെള്ളം അവിടെ കെട്ടിക്കിടക്കുവാണ്. രസമല്ലേ? പാം ഞങ്ങൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം കണ്ടൊരു കാഴ്ച, അത് ഫുള്ള് മഞ്ഞ് ഏറി കിടക്കുന്നു. മഞ്ഞെന്ന് വെച്ചാൽ അടിപൊളി മഞ്ഞ് കേട്ടോ. സെറ്റ് സ്ഥലം. എനിക്ക് എന്താ പറയുക, എങ്ങനെ പറയുക, പൊളി സ്ഥലം. ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം. മഞ്ഞ് കണ്ട സെറ്റല്ലേ? ഫുള്ള് മഞ്ഞ് ഏറി കിടക്കുവാണ്. ഓക്കെ, രസമുണ്ടല്ലേ? നേരെയല്ലേ? നല്ല പൊളി സ്ഥലം കേട്ടോ. കാണാനും അടിപൊളി സ്ഥലം. എന്താ പറയുന്നത്, പഴയ കാലത്തിൽ എനിക്ക് കേരളത്തിൽ പഴയ കാലം എങ്ങനെയായിരുന്നു അത് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ചില സ്ഥലങ്ങൾ കാണാറുണ്ട് കേട്ടോ. എനിക്ക് തമിഴ്നാടിനെയും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ കേരളീയർ കൃഷികൾ വെട്ടി നശിപ്പിക്കുമ്പോൾ തമിഴരാണെങ്കിൽ കൃഷികൾ വെച്ച് പിടിപ്പിക്കുക ചെയ്യുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവരെ ഓർമ്മ വരുന്നത്. ഞാൻ തമിഴ്നാട്ടിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള തമിഴ്നാട്ടിൽ. എനിക്കതുകൊണ്ട് ആ ഒരു ഫീലാണ് വരുന്നത്. മലയുടെ താഴെയാണ് നമ്മൾ, അത്രയും ഉയരത്തിലാണ്. അതുകൊണ്ട് ഈ മഞ്ഞിനെ അല്ലെങ്കിൽ ഈ ഒരു കോട നമുക്ക് ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്നത്. നോക്കിയേ, നമ്മളെ എത്തിയപ്പോൾ ഒരു ചെറിയൊരു കാഴ്ച ഉണ്ട്. അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ കണ്ട ഒരു മയിൽ, അർദ്ധനാരീശ്വര ക്ഷേത്രം കേട്ടോ. നമ്മുടെ തലേണക്കാവിൽ ഇങ്ങനത്തെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ ഒരു മയിലിനെ കണ്ടോ. ഇനി ഞാൻ ഈ ഗ്രാമം കാണിക്കാം. ഇതൊരു ഗ്രാമമാണേ. അതെ, സെറ്റല്ലേ ഗ്രാമം കാണാൻ? എൻ്റെ മക്കളെ, ഞങ്ങൾ അടിപൊളി ഒരു സെറ്റ് സ്ഥലത്തെത്തി കേട്ടോ. കാണാൻ പറ്റുന്ന സെറ്റ് സ്ഥലം. നല്ല എക്സൈറ്റ്മെൻറ്റിൽ കേട്ടോ. അതുപോലത്തെ ഒരു സ്ഥലം, അതുപോലത്തെ ഒരു വ്യൂ. നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തിനാ ഇങ്ങനെ നടന്നാവുന്നതെന്ന്. സെറ്റ് സ്ഥലം ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരാം കേട്ടോ. ആദ്യം മതി ഈ കാട് കണ്ടോ. ഫുള്ള് കാടാണ് ഇവിടെ മൊത്തം. പ്രധാനമായിട്ടും കാടാണ് കേട്ടോ. ഫുള്ള് കാടാണ്. ഇങ്ങോട്ട് വന്നാൽ ഷമീർ ഭയങ്കരമായിട്ട് പേടിച്ച് ഞാൻ അവൻ്റെ പറഞ്ഞിട്ട് ആ മുള്ളല്ലേ, ഡൈപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും മുള്ളുണ്ടാന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട് അതുപോലെ ഞങ്ങൾ കാട്ടിക്കൂടെ വന്നത്. ഇനി നമുക്ക് സ്ഥലത്തിലോട്ട് പോവാം. കണ്ട എൻ്റെ മക്കളെ, ഞങ്ങൾ മൂന്നാർ എത്തി. ഞങ്ങൾ സത്യത്തിൽ എവിടെ ഉണ്ടായിരുന്നു ഷമീറേ നമ്മളെവിടെ എത്തിയത്? മിനി മൂന്നാർ, നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം മൂന്നാർ. നിങ്ങൾ നോക്ക്, കണ്ടോ? നിങ്ങൾ ഇത് കണ്ട് നോക്കി കൂട്ടുകാരെ, നോക്ക്. സത്യം ഇത് മൂന്നാറല്ലെന്ന് ആരെങ്കിലും പറയോ? ഈ ഒരു ക്ലൈമറ്റ് കണ്ടിട്ട് ആരെങ്കിലും പറയോ ഇത് മൂന്നാറല്ലെന്ന്?
എൻ്റെ പൊന്നു മക്കളെ കിടു സ്ഥലം ദേ കണ്ടാ, കോട കയറി നിറഞ്ഞങ്ങോട്ട് കിടക്കുന്നുണ്ടാ, കണ്ടാ, നോക്ക് നോക്ക്. ഇതിൻ്റെ മേളിലൊക്കെ ഒന്ന് കയറാൻ പറ്റിയിരുന്നു, എന്ത് ഭാഗ്യമായത്. ഇവിടെ എല്ലാം കോട ഇങ്ങനെ നിറഞ്ഞിറഞ്ഞിങ്ങനെ നിൽക്കുമോ നോക്ക്, കണ്ടാ. ഞങ്ങളുടെ സ്വന്തം കൊല്ലത്തിൻ്റെ അഹങ്കാരമായ മിനി മൂന്നാറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, അല്ലേ ഷബീറേ? സെറ്റ് സ്ഥലമല്ലേ? ഓക്കെ. ഉണ്ടാ, മൂന്നാർ പോവാതെ തന്നെ മൂന്നാറിൻ്റെ ഫീല് ഞങ്ങൾ അറിഞ്ഞത് കണ്ടാ, ഓക്കെ. ഇത് താഴെ വീടൊക്കെ ഉണ്ട് കേട്ടോ. വീടാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. വേറെന്തോ ആണെന്ന് തോന്നില്ല, വീടല്ലെന്ന് തോന്നില്ലടാ, മറ്റെന്തോ ഉണ്ടാ. പോകാൻ തോണ്ടോ, അല്ലേ കൂടെ അങ്ങോട്ട് വഴിയുണ്ട്, ഇവരവിടെയൊക്കെ വഴി കൊടുക്കുന്നുണ്ടോ. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പറയുക, ഇത് റബ്ബറും കാടാട്ടോ, ഇത് റബ്ബറും തോട്ടമാണ്. പക്ഷേ ഇത് നിങ്ങളിപ്പം കാണുമ്പോൾ വിചാരിക്കും ചെറുതാണ്, ചെറുതല്ല കേട്ടോ, ഭയങ്കര ഹൈറ്റിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. നമ്മൾ അത്രയും ദൂരം നിൽക്കുന്നുണ്ട്, അതാണ്ട മരം എന്താ കാണിച്ചു തരാം, കണ്ടാ. നമ്മൾ ഇത്രയും ദൂരം മേളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ആ ഏ നോക്ക്, കണ്ടോ മയിൽ കരയുന്നേട്ടാ. അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ, അവിടെ എല്ലാം വീടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ട് പോവാം, പോലെടാ. ഞങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണ് ഒരു കുഞ്ഞൊരു വെള്ളച്ചാട്ടം, നോക്കിയേ, വളരെ ചെറിയ ചാലായിട്ട് വന്നിരിക്കുന്ന വെള്ളച്ചാട്ടം കണ്ട. ഇതെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ ഒഴുകി വരുവാണ്, നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ് കിടക്കുന്ന വെള്ളം. നിങ്ങൾ നോക്കിയേ, എന്താ നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ് കിടക്കുന്ന വെള്ളം നോക്കിയേ. ഇത് ഒഴുകി ഈ റോഡിൽ കൂടെ തന്നെ ഒഴുകിയതാണ്ട് അപ്പുറത്തേക്ക് പോവാം, കാണിച്ചിട്ടാവേ. ഇത് താഴേക്ക് പോവാം, റോഡിൽ കൂടെ തന്നെ ഒഴുകി. ആ ചെറിയ ചാല് ഇത് തൊടാൻ പറ്റത്തില്ല കേട്ടോ, ഷോക്ക് അടിക്കുവേ. സോളാർ വേലികളാണിത്, നമ്മൾ തൊട്ട ഷോക്ക് അടിക്കും. ദേ ഒഴുകി താഴേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് വലിയ വെള്ളം ആയിട്ട് ദേ അങ്ങോട്ട് പോകുന്നു. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴത്തെ ചെറിയ ചാലുകളാണെങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് കണ്ടോ. ഞങ്ങളുടെ സ്വന്തം അഹങ്കാരമായ മാമ്പഴത്തറയിലെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ. ഒരു മുട്ടക്കാട്ടം പാറ, അത് മരത്തിൽ ഇങ്ങോട്ട് തട്ടി നിൽക്കാമെന്നാണ് തോന്നുന്നത്, അങ്ങനെയാണ് അത് നിൽക്കുന്നത്. നോക്കിയേ കണ്ടോ, അടഞ്ഞ കാട്. ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല കാടാണ് കണ്ടോ. എൻ്റെ മക്കളെ ഞങ്ങളിതാ വരുന്ന വഴിക്ക് താ നോക്കിയേ, കോട ഇത്രയും അടുത്ത്. ഇത് സെറ്റ്. ഷെവീറേ കോട എങ്ങനെയുണ്ട്? ഇതുണ്ട്, ഞങ്ങൾ കളി പറയല്ല, അത് നോക്കിയേ ഫുള്ള്. ഇവിടെ എല്ലാം കോട, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ഇത്. ഓക്കെ, കോടമഞ്ഞിൽ ഹോ ഹോ താഴ്വരയിൽ ഹോ ഹോ. ഓക്കെ, എനിക്ക് സെറ്റായിട്ട് ഇഷ്ടപ്പെട്ടു. ദൈവമേ നാസിയും കൂടെ വേണമായിരുന്നു. സെറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സെറ്റ് സ്ഥലം. നാസിയും കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം നാസിയെ മിസ് ചെയ്യുന്നു. ഇപ്പം നാസിയും കൂടെ വേണമായിരുന്നു. ഫുള്ള് കോടയേറി നിറഞ്ഞു കേട്ടോ. അങ്ങോട്ടെല്ലാം കോടയേറി നിറഞ്ഞു, പോകേണ്ട വഴിയാ. നോക്കിയേ അവിടെ എല്ലാം കോടയേറി നിറഞ്ഞു. ആ വന്നപ്പോഴേ ഒരു കാഴ്ച ഉണ്ടേ, ഞാൻ അടുത്തോട്ട് പോകുന്നില്ല, പക്ഷേങ്കിലും കാണിക്കാം. നല്ല കടും നീല കളറിൽ കണ്ട കടും നീല കളറിൽ മയിൽ സെറ്റില്ലേ. ഷമീർ ദാ അവിടെ പോയിന്ന് ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഓക്കെ, എന്തേ അതായിരിക്കുന്നു, നല്ല കടും നീല കളറിൽ. നോക്കിയേ ഫുള്ള് കാടാട്ടോ ഇവിടെ. ഇത് പ്രൈവറ്റ് ഏരിയ ആണ്. ഞങ്ങളിത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് ഇങ്ങോട്ടൊന്ന്, മൊത്തം കാടാ. ഞങ്ങൾ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. വേണ്ടേ രസമുണ്ട് കേട്ടോ, ഞാൻ അല്ലാതെ കാണിച്ചു തരാം. അങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് കണ്ടോ, സെറ്റ്. ആ കൊള്ളാട്ടോ, ഇഷ്ടപ്പെട്ടു.
ഈ വേസ്റ്റ് ഇവിടെ കെട്ടി നിന്നിട്ടാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകാത്ത. ഈ വേസ്റ്റ് ഇവിടെ കെട്ടി നിന്നിട്ടേ ഈ വെള്ളം ഒഴുകാത്തതെന്ന് തോന്നുന്നു. നമുക്ക് ഈ വേസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. അയ്യോ അയ്യോ, ഏ ഇപ്പോൾ വെള്ളം ഒഴുകി. വെള്ളം കൂടിയ സമയത്ത് കണ്ട അങ്ങനെ ആയതാന്ന് തോന്നുന്നു. കെട്ടിക്കിടന്ന വെള്ളം കുറച്ചൊക്കെ ഞാൻ തുറന്നു വിട്ടേട്ടോ എൻ്റെ പരിശ്രമത്തിൽ. ദൈവമേ, മഴയാണോ? ചെറുതായിട്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. വേണ്ടില്ലേ, ഇത് ഇവർ തന്നെ കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ, വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ട്, കുളിക്കാനും തുണി കഴുകാനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇല വന്നിട്ട് മഴവെള്ളം കൂടിയ സമയത്ത് ഇല വന്നിട്ട് മൂടിയിട്ട് ഇങ്ങനെ ആയതാന്ന് തോന്നുന്നു. ഇതിലേക്കൂടെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ചെയ്തതാണ് ഇങ്ങനെ. പോകാൻ സ്ഥലമില്ല. ആ ഉണ്ടോ? എന്നാ തണുപ്പാന്നറിയാം വെള്ളത്തിന്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ അവിടെ ഇങ്ങനത്തെ ഒന്നും ഇല്ല. അതുകൊണ്ട് കാണുമ്പോണ്ടല്ലോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഇങ്ങനത്തെ കാണുമ്പോഴത്തേക്ക്. തെറ്റ് പോയി. ഇത് പാറയ്ക്ക് നല്ല വഴുക്കലുണ്ട് കേട്ടോ. നല്ല നല്ല വഴുക്കലുണ്ട് പാറയ്ക്ക്. ഭയങ്കര വഴുക്കല് പാറയ്ക്ക്. കാല് ചവിട്ടാൻ പറ്റുന്നില്ല. നല്ല തണുപ്പ് വെള്ളത്തിന്. നമ്മളെ ഷമീർ ഇവിടെ നിന്ന് കുളിക്കുന്നേ. ഷമീർ ഇവിടെ നിന്ന് കുളിക്കുന്ന. അപ്പം നമ്മൾ കണ്ട കാഴ്ചതേ കുറേ കുരങ്ങൾ, കുറേ ഉണ്ട് കുരങ്ങൾ. ഷമീറിന് വെള്ളം കണ്ട ഭ്രാന്താ. കുറേ കുരങ്ങളുണ്ട്. നമുക്കിവിടെ വന്നപ്പോൾ ഒരു കൊച്ചു കൂട്ടുകാരനെ കിട്ടി കേട്ടോ. മോൻ്റെ പേരെന്തുവാടാ? പേരെന്തുവാ? റിതീഷ്, നിതീഷ, റിതീഷ്. ഓക്കെ, റിതീഷിനാട്ടെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കൊച്ചു കൂട്ടുകാരനാ. എത്ര പഠിക്കുന്നേ? 8ലാ? ഇതൊരു അമ്മയും കുഞ്ഞുമാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ ഉണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളങ്ങനെ തിരിച്ച് യാത്ര ചെയ്യുകയാണ്. തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ പേടിപ്പിക്കുന്ന കാട്ടിലോട്ടാണ് പോകുന്നത്. എനിക്കിപ്പോൾ ഒരു പേടി മാറി. എന്താണെന്നറിയോ? ഹെൽമെറ്റ് ഇല്ലാതെയോ? വേണ്ട വേണ്ട, ഹെൽമെറ്റ് ഇല്ലാതെ വേണ്ട. അത് വേണ്ട, കുഴപ്പമില്ല. ഇവിടെ കുഴപ്പമില്ല, ക്യാമറ വേണ്ട, നമ്മൾ വീഡിയോ ഇടുന്നതാണ്. അത് കുഴപ്പമില്ല. അപ്പോഴേ അവിടെ പുലിയും കടുവയൊന്നും ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. ഇറങ്ങിയാൽ ആന ഇറങ്ങുക. ചിലപ്പോഴും കാണാൻ പോത്ത് അങ്ങനെ ഇല്ലെന്നാണ് പറഞ്ഞത്. പോകുമ്പോൾ ആന പിടിച്ചില്ലെങ്കിൽ വീട്ടിൽ ചെല്ലും. ആന പിടിച്ചില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമെന്ന് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ കാട്ടിലോട്ട് പോകാം. ബാക്കി കാട്ടിലെ എക്സ്പീരിയൻസ് നോക്കാം. തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു അടിപൊളി കാഴ്ച ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ ഒരു പെൺമയിൽ നിൽപ്പുണ്ടേ. ഇവിടെ ഒരു പെൺമയിൽ നിൽപ്പുണ്ട്. ഇതിൻ്റെ പേരാണോ എന്നെനിക്കറിയില്ല. ഓ, എന്ത് ചെയ്യേ? ആ സാധനത്തിന് ഞാൻ കണ്ടായിരുന്നല്ലേ. അയ്യോ അയ്യോ, അത് പറന്നു പോയോടാ. വേറെ മയിൽ മരത്തിലിരിപ്പുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാവേ. ദോ ഇരിക്കുന്നു. തോണ്ടറാ ദോ ഇരിക്കുന്നതാ. അതിൻ്റെ പീലി കണ്ടാ കൂട്ടുകാരെ കിടക്കുന്നത്. അതിൻ്റെ പീലി നിങ്ങൾ നോക്ക്. ആ ഇതാണ്ടേ, ഇതേണ്ടേ. ആ ഇവിടെ അതിൻ്റെ പെണ്ണും ഉണ്ട്. അവിടെ അതിൻ്റെ ആണും ഉണ്ട്. കണ്ട, എനിക്കിങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്.
നിങ്ങൾ നോക്കി, അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഷമീറും കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തോട്ട് പോവാം. ഞാനിത് ഒത്തിരി സൂം ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ഈ മയിലിൻ്റെ എന്ത് എവിടെ പോയി വീണ്ടും. നല്ല സൂം ചെയ്താണ് എടുക്കുന്നത്. നോക്കിയേ, സെറ്റ് സാധനമല്ലേ. അടുത്തോട്ട് പോയി നോക്കാം. പറക്കാനുള്ളൊരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. അത് പറക്കാനുള്ളൊരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. അയ്യോ പോയി, അത് കിട്ടി. നമ്മളങ്ങനെ നാട്ടെ കാടിൻ്റെ നടുക്കൂടെ പോകുമ്പോഴേക്കാണ് ഫുൾ കാട് കാഴ്ച. ഇത് തേയിലക്കൂപ്പും കൂടെ കേട്ടോ. തേയിലക്കാട് അല്ല, സോറി, തേയിലക്കാടല്ല, തേക്കിൻകാട്. തേക്കിൻകാടാണ് താണ്ടില്ലേ. ഞങ്ങൾ കാടിൻ്റെ നടുക്കൂടെ പോവുകയാണ്. ഇവിടെ കാട്ടാന ശല്യം ഭയങ്കരമാണ്, ഭയങ്കര സീനാണ്. കാട്ടാനകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകം പറഞ്ഞു കേട്ടോ, വണ്ടിയൊന്നും നിർത്തരുത്, നേരെ അങ്ങ് പൊക്കോണം, നിർത്തി ഫോട്ടോസൊന്നും എടുക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞു. സെറ്റ് സ്ഥലം കേട്ടോ. മാമ്പഴത്തറ ഇപ്പോൾ 2 വഴിയുണ്ട്, അതിലൊന്നാണ് ഇത്. ഇതിലേ കൂടെ പോകുന്നത് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും, കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പുറത്തൂടെ ഉള്ള വഴിയേക്കാളും നല്ലത് ഈ ഒരു വഴിയാണ് കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ ആനയും കാണാൻ പറ്റും. ഇത്രയും നേരം നമ്മുടെ മോലാളി പറഞ്ഞുകൊണ്ടിരുന്ന ആനയില്ല, ആന വരുന്നില്ല. ആനപ്പിണ്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മോലാളിക്ക് പേടിച്ച് വന്ന മനുഷ്യൻ ഇപ്പം നമ്മളെ പേടിക്കണം. വണ്ടി ഓടിച്ചാൽ പേടിച്ച് വന്നതായിരുന്നു. അത് നമുക്ക് അറിയില്ല, ഈ സ്ഥലത്തെക്കുറിച്ച് പരിചയമൊന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു. ഈ കാടിൻ്റെ നടുക്കൂടെ ഇങ്ങനെ പോകുമ്പോഴേ പുലി വരുമോ കടുവോ വരുമോ ഇത് നമുക്ക് അറിയില്ലല്ലോ. കാട് കഴിഞ്ഞിട്ടില്ല, കാട് കഴിഞ്ഞില്ല. പക്ഷേ ആൾക്കാരൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഉള്ളതൊന്നുമില്ല, ആനയേ ഉള്ളു ഇവിടെ പേടിക്കാനെന്ന് പറഞ്ഞു. ആന മാത്രം പേടിച്ചാൽ മതി. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ മോലാളി പറഞ്ഞേ ആനയൊന്നും കാണത്തില്ല, ആനപ്പിണ്ടം ഒന്നും കണ്ടില്ലല്ലോ, നമ്മൾ അവിടെ ഇല്ല ആനപ്പിണ്ടം കണ്ടത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയത് ആനപ്പിണ്ടം മുന്നേ കിടക്കുന്നത്. അപ്പോൾ കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. ഏറ്റവും പ്രോബ്ലമായിട്ട് തോന്നിയതാണ് ഒരു സംഭവം ഇതാണ് കേട്ടോ. എന്നുവെച്ചാൽ നല്ല വഴിയല്ല കണ്ടോ. ഈ കാട്ടിന് നടുക്കൂടെ പിന്നെ പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോകുന്നൊരു റോഡാണ് ഇത്. മൊത്തവും പൊളിഞ്ഞടക്കുക. ഇതിലെ കൂടെ പോകാൻ പറ്റത്തില്ല ബൈക്കുകാർക്ക്. കാറുകാർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബൈക്കുകാർക്ക് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര പാടാണ്. കേട്ടില്ല. ഒന്നാമത് ഒരു ഡേഞ്ചർ ഏരിയ അല്ലേ, കാട് ആനയൊക്കെ ഉള്ളതാണ്ടല്ലേ. ഇതിൽ കൂടെ എങ്ങനെ വണ്ടി എടുത്തോണ്ട് പോകാനും നോക്കി, ഭയങ്കര പാടാണ്. ഈ റോഡൊന്ന് വൃത്തിയാക്കിയിടുവാണെങ്കിലേ ആൾക്കാർക്കൊന്ന് പെട്ടെന്ന് പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാലേ വണ്ടിയായിട്ടൊന്ന് രക്ഷപ്പെടണമെങ്കിൽ പോകാൻ പറ്റും. ഇത് കണ്ടില്ലേ, വലിക്കുകയാണ് കിടന്ന്. കയറ്റവും അതിൻ്റെ കൂടെ ഇങ്ങനെ മൊത്തവും പൊളിഞ്ഞടക്കുകയാണ് റോഡ് ഫുള്ള്. ഇതിൻ്റെ അധികാരികൾ കണ്ട് അവർക്ക് കഴിയുമെങ്കിൽ ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. കാരണം ഇവിടുത്തെ സമീപവാസികൾക്ക് ഇതേ ബുദ്ധിമുട്ടായിരിക്കും അവർ അനുഭവിക്കുന്നത്. ഡെയിലി പോവുകയും വരികയും ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്കും ഈ ബുദ്ധിമുട്ട്. ഇത് വഴി അത്യാവശ്യം നല്ല രീതിയിൽ മോശം കേട്ടോ. ഇവിടെ മാത്രമല്ല, ഏകദേശം ഇതിൻ്റെ തുടക്കവും ഒടുക്കവും ഒക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഭയങ്കര മോശമാണ്, ഭയങ്കര പാടാണ് പോകാനും വരാനും ഒക്കെ. ഞങ്ങളെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ വെള്ളമൊഴുക്ക് കണ്ടേ, രസമുണ്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയത് കേട്ടോ. വെള്ളമൊഴുകി വരുന്നുണ്ട്, കൊള്ളാം കേട്ടോ. കുളിക്കാൻ ഇറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇറങ്ങിയാൽ ഡേഞ്ചറാണ്, അതുകൊണ്ട് കുളിക്കുന്നില്ല. ഷമീർ അവിടെ വിളിക്കുന്നു, എന്തോ കാര്യമുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. ഷമീർ വിളിക്കുന്നു. താക്കോലെടുത്തിട്ട് വരട്ടെ. വണ്ടിയിൽ നിന്ന് താക്കോലെടുത്തില്ല. കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ കായലിൻ്റെ നടുക്ക് ഞാൻ ഇറങ്ങിക്കുക. കായലിൻ്റെ നടുക്ക് ഇറങ്ങാൻ ഇച്ചിരി പാടാം കേട്ടോ.
വെള്ളത്തിൽ തൊട്ടിയാ ഇറങ്ങാൻ ഇച്ചിരി പാടാണ്, പക്ഷേ സെറ്റുണ്ട് കേട്ടോ. നീ കാണിച്ചു തരാം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ മാമ്പഴത്തറ മാത്രം കാണാനായിട്ട് വന്നതാണ്. പക്ഷെ വന്നപ്പോൾ എന്താ ഓരോ ഇടത്തും ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ, എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലം കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ കലങ്ങി ഒഴുകുന്നത്. ഇവിടെ എല്ലാം നല്ല ഉരുളൻ കല്ലുകളാണ്, നോക്കി ഉണ്ടോ, നല്ല ഉരുളൻ കല്ലുകളാണ് എല്ലായിടത്തും കിടക്കുന്നത്. അക്വേറിയത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറക്കിക്കൊണ്ട് പോവാം, അതുപോലത്തെ നല്ല നല്ല കല്ലുകൾ ഇവിടെ എല്ലാം ഉണ്ട്. എനിക്കൊന്ന് വെള്ളം കുറവാണെന്ന് തോന്നുന്നു, വെള്ളം കൂടുതലായിരുന്നു ഇവിടെ എല്ലാം നിറഞ്ഞത്. ഇവിടെ എല്ലാം ഇത് കണ്ടില്ലേ, വേസ്റ്റ് അടിച്ച് കയറി കിടക്കുന്നുണ്ടോ, ഇവിടെ എല്ലാം വെള്ളം കയറി നിറഞ്ഞു കിടന്നായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ മേളിൽ കൂടെ എല്ലാം വെള്ളം ഒഴുകിയിരുന്നതാന്ന് തോന്നുന്നു. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടോ, ചാലിയക്കരയാണെന്ന് തോന്നിയത് കേട്ടോ ഈ സ്ഥലം. അങ്ങനെയാണ് ഞാൻ ബോർഡ് കണ്ടത്, ചാലിയക്കര എന്ന് മറ്റോ ആണ് ബോർഡ് കണ്ടത്. അങ്ങനെ ഇന്നത്തെ കറക്കം കഴിഞ്ഞ് ഫുഡ് അടിക്കാനായിട്ട് കയറി. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.